ഹായ് ഹലോ നമസ്കാരം. സൻഡിൽ വേണിന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ദോശ പരിപാടിയൊക്കെ എന്താണെന്നല്ലേ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ്, അത് 6 മണി ടു 6 മണി വരെ. അപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നും കഴിച്ചു എന്നൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണിക്കുന്നത് ഞാനും കാണിക്കുന്നു. അപ്പോൾ രാവിലെ ദോശയും മുട്ടയും ചായയൊക്കെ കൂടെയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ ചോറ് വയ്ക്കാനുള്ള പരിപാടി. അപ്പോൾ ഇന്ന് ചോറൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കുന്നത് കാണിക്കുന്നില്ല, കാരണം ഇന്നലെ വെച്ച ചോറിൻ്റെ ബാക്കി എടുത്തിട്ടാണ് ഈ കലാപരിപാടി നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ഫ്രിഡ്ജിനകത്തിരുന്ന ചോറ്, അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കൂടുതൽ ചോറിട്ടായിരുന്നു, ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ചോറിനെ ഞാൻ എടുത്ത് നല്ലവണ്ണം വെള്ളം തിളപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച്, പിന്നെ നമ്മൾ അതിനകത്തോട്ട് തന്നെ കുറച്ച് നന്നായി വെള്ളം വാർത്തെടുത്ത് അതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അപ്പോൾ ഒരു ചൂട് ചോറിൻ്റെ, നമ്മൾ അന്ന് വെച്ച ചോറിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കും. പഴം ചോറിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ വെക്കാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. നമുക്ക് 2 ദിവസത്തിൽ ഒരുമിച്ച് ചോറൊക്കെ വെക്കുന്നുള്ളവർക്ക് ഇങ്ങനൊരു സ്ഥിരം പരിപാടിയല്ല, കാരണം ഫ്രിഡ്ജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല. അന്നന്ന് വെച്ച് അന്നന്ന് കഴിക്കുന്ന കൂട്ടത്തിലാണ് ഇഷ്ടവും അതാണ്. അപ്പോൾ ഇന്നൊരു മടി പിടിച്ചൊരു ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ ഇത്. അതുമല്ല, ചോറ് ബാക്കി വന്നപ്പോൾ അങ്ങനെ ഒരു രീതി അങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പം നമ്മുടെ ചോറ് ഇവിടെ നിന്ന് റെഡിയായി കഴിഞ്ഞു. അത് പിന്നെ വാർത്ത് വയ്ക്കുക എന്ന പരിപാടിയാണ്. അങ്ങനെ ഈ ചോറൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ചോറ് പൊരിക്കുക എന്നൊരു കടമയും കൂടെ ഉണ്ട്, കാരണം അത് ചീത്തയായി പോലും നമുക്ക് വെള്ളമൊക്കെ വാർത്തെടുക്കണമല്ലോ. പിന്നെ ഈ വാരിക്കുട്ടി എടുത്ത് എറിയുന്നത് നമ്മുടെ പൊട്ടറ്റയാണ്. പൊട്ടറ്റയെ നമ്മൾ ഇഷ്ടമനുസരിച്ചൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു മെഴുകുപുരട്ടി അല്ലെങ്കിൽ മെഴുകുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്ന് സങ്കല്പിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അത് വെട്ടിക്കൂട്ടി വാരിയൊക്കെ ഇടുന്നു. എങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾ മറക്കരുത് എൻ്റെ ചാനൽ വാച്ച് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോകൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് പടപടൊക്കെയാണ്, എങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ വളരെ ഒരു സന്തോഷം, നമുക്ക് വീണ്ടുമൊക്കെ ഒരു ഊർജ്ജമൊക്കെ ലഭിക്കും. അപ്പോൾ ഇത് വെട്ടിക്ക് വാരിയൊക്കെ ഇട്ട് എങ്ങനെ കണ്ടല്ലോ ആ ഷേപ്പുകളൊക്കെ നമുക്ക് എന്തൊക്കെയാണെങ്കിലും നമുക്ക് കഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൂടെ വലിച്ച് വാരിയൊക്കെ ഇട്ട് ഞാൻ വെള്ളത്തിലിട്ടങ്ങ് വെക്കുകയാണ്. അപ്പോൾ അതവിടെ കുറച്ച് നേരം കിടക്കട്ടെ. പിന്നെ അടുത്തത് ഒരു പാക്കറ്റ് തൈര് കിട്ടി. അപ്പോൾ ആ തൈരിനെ എടുത്തിട്ട് നമുക്കൊരു കറി വയ്ക്കണം. അത് വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇഞ്ചി, പച്ചമുളക്, പിന്നെ പച്ചമുളകില്ല കേട്ടോ, ഇഞ്ചി, ഉള്ളി, പിന്നെ നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഗ്യാസൊക്കെ പോട്ടെ. നമ്മൾ ബാക്കിയെല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുത്ത് നമ്മൾ ഇച്ചിരി ഉലുവയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുമ്പോൾ നമ്മുടെ തൈര് കറി ഇവിടെ റെഡിയായി. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല, പക്ഷേ വളരെ ടേസ്റ്റാണ്. നമ്മൾ വെള്ളം കുറച്ച് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം കൂട്ടുകയോ എടുക്കുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്മുടെ ആ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ അതേ പാത്രത്തിൽ തന്നെ, അതവിടെ ഇരിക്കട്ടെ, അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നമ്മുടെ മെഴുക്ക് പുരട്ടി അവിടെ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ആ പൊട്ടറ്റോ എടുത്ത് ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് വാരി അങ്ങ് ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയെടുക്കുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി അവിടെ റെഡിയായി കഴിഞ്ഞു. കുറച്ച് ഉപ്പ്, അപ്പോൾ ആ ഉപ്പെടുക്കുന്ന സീനൊന്നും ഇവിടെ കാണിക്കുന്നില്ല, അതൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുന്നു, സെൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പും എല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് വേവിച്ച് ആവി വരുന്ന കയറ്റിയെടുക്കുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ റെഡിയായി. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ ഒന്നും ആവില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ മാന്ത്രിക വേലയൊക്കെ കുറേ കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മാന്ത്രിക വേല. മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിണ്ടി പറക്കിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി കഴിയും. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് പിന്നെ ആ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ കെട്ടിയൻ കുറച്ച് മത്തി മേടിച്ചുകൊണ്ട് ആ മത്തി 2 മത്തിയൊക്കെ എടുത്ത് കാണിച്ചതിന് ശേഷം അതിനെ വെട്ടി കഴിക്കും. നല്ലൊരു കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മത്തി, ഇനിയിപ്പോൾ അത് മത്തി എങ്ങനെ വെട്ടണമെന്നൊന്നും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമല്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. എങ്കിലും ഞാൻ 2 മത്തി വെട്ടുന്ന കാര്യമൊക്കെ കാണിച്ചു. പിന്നെ ഇനി അതിനകത്ത് വേറെ രീതികൾ അത് ചെതുമ്പലൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആക്കിയെടുത്ത് 2 കട്ട് ചെയ്ത് അതിൻ്റെ തലയൊക്കെ വെട്ടി കളഞ്ഞതിന് ശേഷം, കാരണം തല കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരാളുണ്ട്, മിലോ ഉള്ള ഒരു നമ്മുടെ പട്ടി. അന്ന് ഇപ്പോൾ പട്ടി എന്ന് പറയാനൊന്നും പാടില്ല, എന്നാൽ അടിക്കുന്നവളെ. ഇത് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ 2 മത്തിയും എടുത്ത് കാണിച്ചു തന്നിട്ട് പിന്നെ ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ നമ്മുടെ മത്തി വെട്ടിക്കഴിഞ്ഞത് കാണിക്കുന്നു. പിന്നെ കൂടുതൽ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ അറുത്തറുത്ത് ഇങ്ങനെ സ്ലോവിലൊക്കെ കാണിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പുണ്ടാവും. എനിക്ക് തന്നെ മടുപ്പുണ്ടാവുന്നു ഇങ്ങനെ നിത്യതൊഴിൽ അഭ്യാസം പോലെ. പിന്നെ അതിന് കുറച്ച് തേങ്ങ, മുളക്, മല്ലിപ്പൊടി, കുരുമുളക്, പുളി, പിന്നെ നമ്മളെ ഉള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ വാരി വലിച്ചൊക്കെ മിക്സിക്കകത്തിട്ട്, ഇത് നേരത്തെ ചില്ലി ഫ്ലേക്സ് അടിച്ചതിൻ്റെ ബാലൻസാണ്, നിങ്ങൾ വൃത്തിയില്ല എന്ന് കരുതരുത്. അപ്പോൾ അതെല്ലാം കൂടെ വാരിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ കറി റെഡിയാവില്ല, അത് വേവിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ അടിച്ച്
ഇനിയിപ്പോൾ മിക്സി അടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നും ഒരു തലവേദന ആവരുത് സൗണ്ട് കേട്ടിട്ട്. ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് അടിച്ച് വെച്ചിരിക്കുന്ന ചാറ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടതിനകത്തോട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഒന്നും മത്തിക്കറിയല്ല, സാധാരണ ഒരു മത്തിക്കറി. അപ്പോൾ പച്ചയ്ക്ക് അരച്ചൊരു മത്തിക്കറിയാണ് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറാവും, എന്നാലും നിങ്ങൾ കണ്ട് സഹിക്കുക, അത്ര തന്നെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേ മത്തി കഴുകി വൃത്തിയായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു അതിനകത്ത് അങ്ങോട്ട് പറക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മറക്കരുത്, തീർച്ചയായിട്ടും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അങ്ങനെ നമ്മൾ മൂടി വെച്ചതേ ഉപ്പൊക്കെ കൂടെ ചേർത്തിട്ട് നല്ല കിടക്കാച്ചി മത്തിക്കറിയാണ്, പറയാതിരിക്കാൻ ഒരു തരമില്ല. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണ് റെഡിയായി കഴിഞ്ഞത് മെഴുക്ക് പുരട്ടി, മോരുകറി, നമ്മുടെ മത്തിക്കറി എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു കുഞ്ഞൻ മുളകും കൂടെ ആയപ്പോൾ റെഡിയായി കഴിഞ്ഞു. പിന്നെ 4 മണിക്കൊരു ചായ കാണിച്ചില്ലെങ്കിൽ അത് റെഡിയല്ലല്ലോ. കാട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പരിപ്പ് വടയും കൂടെ ചേർത്തിട്ട് ചായയും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ 6 to 6 മണി വരെ കഴിഞ്ഞു. അപ്പോൾ ഇത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.